പറമ്പിക്കുളം ആളിയാർ ഡാമുകളിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പാലക്കാട്ടെ കാർഷിക മേഖല പ്രതിസന്ധിയിലേക്ക്. ഡാമുകളിൽ നിന്നും ചിറ്റൂർ പുഴയിലേക്കുള്ള വെള്ളത്തിന്റെ വരവ് കുറഞ്ഞേക്കുമെന്ന ആശങ്കയിലാണ് നെൽകർഷകർ. കേരളത്തിന് ലഭിക്കേണ്ട ജലം തമിഴ്നാട് കനാൽ വഴി തിരിച്ചുവിട്ടതും പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. പ്രതീക്ഷിച്ച മഴ കിട്ടാത്തത് കാരണം ഒന്നാം വിള നെൽകൃഷി ഇതുവരെ തുടങ്ങാൻ കഴിയാത്ത കർഷകർക്ക് ഡാമിലെ പ്രതിസന്ധി കനത്ത ആഘാതമാകും. തമിഴ്നാടിന്റെ കൈവശമുള്ള പറമ്പിക്കുളം ആളിയാർ ഡാമിൽ നിന്ന് കേരളത്തിന് കരാർ പ്രകാരമുള്ള വെള്ളം ലഭിക്കാതായിട്ട് മാസങ്ങളായി. ഇതിനു പിന്നാലെയാണ് ഈ ഡാമുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത്. ഈ സീസണിലെ മഴക്കുറവാണ് കാരണം. 1825 അടി സംഭരണശേഷിയുള്ള പറമ്പിക്കുളം ഡാമിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇപ്പോൾ 47.65 അടി വെള്ളം കുറവാണ്. ആളിയാർ ഡാമിൽ നിന്ന് മൂലത്തറ റെഗുലേറ്റർ വഴി ചിറ്റൂർ പുഴയിലേക്കും അവിടെ നിന്ന് ഭാരതപ്പുഴയിലേക്കും വെള്ളം എത്തുന്നതാണ് രീതി. മഴ തീരെ കുറഞ്ഞതോടെ പാലക്കാട്ടെ കിഴക്കൻ മേഖലയിൽ ഞാറുനടിയിൽ ഇപ്പോൾ തന്നെ വൈകുന്ന സാഹചര്യമുണ്ട്. ഇതിനൊപ്പം ഡാമിലെ പ്രതിസന്ധി കൂടിയാകുമ്പോൾ കർഷകർ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. വെള്ളം ലഭിച്ചില്ലെങ്കിൽ ചിറ്റൂർ ഉൾപ്പെടെ ജില്ലയിലെ കിഴക്കൻ മേഖലയിലെ ആയിരക്കണക്കിന് ഏക്കർ നെൽകൃഷിയെ അത് ബാധിക്കും. ഭാരതപ്പുഴയെ ആശ്രയിക്കുന്ന തൃശൂർ, മലപ്പുറം ജില്ലകളുടെ ജലലഭ്യതയും പ്രതിസന്ധിയിലാകും. മഴക്കുറവ് തുടരുകയും ഡാമിൽ നിന്ന് വെള്ളം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ശുദ്ധജല വിതരണവും താളം തെറ്റുമെന്നാണ് ആശങ്ക. ഇതിനിടെ സർക്കാർ പതി ജലവൈദ്യുത നിലയത്തിലേക്ക് എത്തേണ്ട വെള്ളം തമിഴ്നാട് തിരുമൂർത്തി അണക്കെട്ടിലേക്ക് തിരിച്ചുവിട്ടതോടെ ഒരാഴ്ചയായി സർക്കാർ പതിയിൽ വൈദ്യുതി ഉൽപാദനവും നിലച്ച മട്ടാണ്. മുൻകാലങ്ങളിൽ മഴക്കുറവ് നേരിട്ട സമയത്ത് സംസ്ഥാന സർക്കാർ ഇടപെട്ടാണ് വെള്ളം ഉറപ്പാക്കിയതെന്നും എന്നാൽ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം ഉണ്ടായിട്ടില്ലെന്നും മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. യഥാസമയത്തുള്ള സർക്കാർ ഇടപെടലിലെ വീഴ്ചയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UTV ന്യൂസ്, പാലക്കാട്.